മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അപകടം നടത്തിയത് ഇന്നലെ രാത്രി. പൊയ്യ തരിശുനഗറിൽ മദ്യപാനികൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ വെളിയംപറമ്പിൽ വീട്ടിൽ വിവേകിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കണിത്തോഴാൻ ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള മേലടൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ രാത്രി 8:15 മദ്യപിച്ച് വാഹനമോടിച്ച് മേലടൂർ സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് അപകടം വരുത്തിയ ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 3 വാഹനങ്ങൾ ഇടിച്ചിട്ട ശേഷം ഇയാൾ നിർത്താതെ പോകുകയായിരുന്നു. മദ്യലഹരിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ പോലീസുകാരൻ ഒടുവിൽ സസ്പെൻഷനിലായി. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്ന ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജ് അന്നമനടയിലെ തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി 2 വാഹനങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോകുകയായിരുന്നു. കൃഷ്ണൻകോട്ടിൽ വെച്ച് എതിരെ വന്ന ഇനോവക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ അനുരാജ് വലിയപറമ്പ് സ്നേഹഗിരിയിൽ വെച്ച് ഒരു സ്കൂട്ടർ യാത്രക്കാരനെയും ഇടിച്ചിട്ട് നിർത്താതെ പോയിരുന്നു. അവിടെ നിന്നും മുന്നോട്ട് പോയ ഇയാൾ മേലടൂരിൽ വെച്ച് വണ്ടിയുടെ നിയന്ത്രണം തെറ്റി വണ്ടി മറിഞ്ഞു വീഴുകയായിരുന്നു. ഇയാളുടെ വണ്ടിയിൽ നിന്നും മദ്യക്കുപ്പകൾ കണ്ടെടുത്തിയിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ മാള പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. തുടർന്ന് ഇന്നാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. മീഡിയ ടൈം മാള. മാളപ്പൊയ്യ തരിശുനഗരിൽ മദ്യപാനികൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ വെളിയംപറമ്പിൽ വീട്ടിൽ വിവേകിനാണ് നെഞ്ചിലും തലയിലുമായി ഗുരുതരമായി വെട്ടേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽപ്പക്കക്കാരനായ കുന്നുമൽ വീട്ടിൽ ബിനീഷാണ് വിവേകിനെ വാക്കത്തി കൊണ്ട് വെട്ടിയത്. ഇവർ 2 പേരും സുഹൃത്തുക്കളോടൊപ്പം ബാറിൽ നിന്നും മദ്യം വാങ്ങി വീടിനരികിൽ വെച്ച് മദ്യപിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരികയും തുടർന്ന് വീടിനടുത്ത് വെച്ച് തർക്കമുണ്ടാവുകയുമായിരുന്നു. തർക്കത്തിനിടയിൽ പ്രകോപിതനായ ബിനീഷ് തന്റെ വീട്ടിൽ നിന്നും വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് വിവേകിനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിവേക് അപ്പോൾ തന്നെ അടുത്തുള്ള തന്റെ വലിയച്ഛന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയും തുടർന്ന് വിവേകിനെ മാളയിലെ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഏകദേശം 35ഓളം സ്റ്റിച്ചിട്ടിട്ടുണ്ട്. മൂക്കിന്റെ പാലത്തിന് ചെറിയ തകരാറുമുണ്ട്. മീഡിയ ടൈം മാള. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കി കണിക്കൊപ്പം കൈനീട്ടവും നൽകി നാടും നഗരവുമെല്ലാം വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ്. കണിത്തോഴാൻ ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കായിരുന്നു. വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുക്കണി ദർശനം പുലർച്ചെ 2:45 മുതലായിരുന്നു. മേൽശാന്തി അച്യുതൻ നമ്പൂതിരി പുലർച്ചെ കണ്ണന് കണി കാണിച്ച് വിഷു കൈനീട്ടം നൽകി. ശബരിമലയിലും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നട തുറന്ന് തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. പുലർച്ചെ 4 മണി മുതൽ രാവിലെ 7 മണി വരെയാണ് ദർശന സമയം. വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെ തന്നെ 30,000 ആളുകൾ ബുക്ക് ചെയ്തിരുന്നു. തീർത്ഥാടനത്തിനെത്തിയ ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. പൂർണ്ണമായും അലങ്കരിച്ച നിലയിലാണ് സന്നിധാനം. വിഷു പ്രമാണിച്ച് പ്രത്യേക പൂജകളുമുണ്ട്. ഇത്തവണ വിഷു കൈനീട്ടം എന്ന രീതിയിൽ അയ്യപ്പ ചിത്രമുള്ള ലോക്കറ്റുകൾ ദേവസ്വം ബോർഡ് സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ. ഡോക്ടർ അംബേദ്കർ ജയന്തി ദിനത്തിൽ അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മ അംബേദ്കർ ആദരം സംഘടിപ്പിച്ചു. ഭരണഘടനയുടെ ആമുഖം വായിക്കൽ, അംബേദ്കർ സ്മൃതി പ്രശ്നം, സാഹോദര്യ പ്രതിജ്ഞ എന്നിവയും നടത്തി. മനുഷ്യാവകാശ കൂട്ടായ്മ ചെയർമാൻ ബ്രിജിലാൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ധർമ്മരാജ് മുഖ്യപ്രഭാഷണം നടത്തി. സിറാജുദ്ദീൻ ചിറക്കൽ, ഷെമീന ഷെരീഫ് എന്നിവർ ഭരണഘടന ആമുഖം വായിച്ചു. ഹഷീർ ചെമ്പിട്ട വീട്ടിൽ, ജെയിംസ് തെരുവിൽ, MN സുധൻ, രമേശ് മേത്തല, രാജീവ് എളംതുരുത്തി എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാമത് ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സന്തോഷ് കൊടുങ്ങല്ലൂർ അധ്യക്ഷനായ യോഗത്തിൽ ധീവര സഭ സംസ്ഥാന നേതാവ് വേണു വെണ്ണറ മുഖ്യപ്രഭാഷണം നടത്തി. KPMS സംസ്ഥാന സെക്രട്ടറി KU രമേശൻ,
OIOP സംസ്ഥാന ട്രഷറർ സുഗുണൻ പ്രിയദർശിനി, സുരേഷ് കാട്ടിപ്പുരയ്ക്കൽ തുടങ്ങിയ മറ്റു നേതാക്കളും പ്രസംഗിച്ചു. കേരള പുലയർ മഹാസഭ പുത്തൻചിറ പിണ്ടാണി കരിങ്ങിച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ അംബേദ്കറുടെ 143ാം ജയന്തി ആഘോഷവും പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടത്തി. KPMS തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു ഉദ്ഘാടനം ചെയ്തു. CV ബൈജു അധ്യക്ഷനായിരുന്നു. UV വിശ്വനാഥൻ, TU കിരൺ, UD സജീവൻ, MK കുമാരൻ, KV കുഞ്ഞൻ, VS ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഗാവ് ചലോ അഭിയാന്റെ ഭാഗമായി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ AR ശ്രീകുമാർ മാള മണ്ഡലത്തിലെ അന്നമനട പഞ്ചായത്ത് വെണ്ണൂർപ്പാടം ലക്ഷ്യം വീട് കോളനി സന്ദർശിച്ചു. വയോധികരായ വൃദ്ധജനങ്ങൾക്ക് വിഷുക്കോടിയും വിഷു കൈനീട്ടവും വിതരണം ചെയ്തു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, മുൻ ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, BJP മാള മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പാണാട്ട്, സെക്രട്ടറി രാജീവ്, BJP അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തികേയൻ, ജനറൽ സെക്രട്ടറി രഞ്ജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു. KPMS കൊടകര ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. കൊടകര സെൻട്രൽ നടന്ന യോഗം സംസ്ഥാന ഖജാൻജി CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടിന്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലേ അടിസ്ഥാന ജനതയുടെ കൈകളിൽ അധികാരമെന്ന അംബേദ്കറുടെ സ്വപ്നം സഫലമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി KU രദീപ്, ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AT സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം NV ശിവദാസൻ, യൂണിയൻ ഖജാൻജി TK ഷാജു, KV ജനാർദ്ദനൻ, TK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഏറിയാട് 9ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമവും OK സഹദേവൻ അനുസ്മരണവും ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CP തമ്പി അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. UDF കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, OK സഹദേവൻ അനുസ്മരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് സഗീർ, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, കയ്പമംഗലം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി EA നജീബ്, KS രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം നേതൃയോഗം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. MP ജാക്സൺ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, NS വിജയൻ, MP വിൻസെന്റ്, രാജേന്ദ്രൻ അരങ്ങത്ത്, TM നാസർ, VA അബ്ദുൽ കരീം, AA അഷ്റഫ്, PV രമണൻ, സേവ്യർ പങ്കേത്ത്, VA നദീർ, ബൈജു കണ്ടപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മേലഡൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അപകടം നടത്തിയത് ഇന്നലെ രാത്രി. പൊയ്യ തരിശുനഗറിൽ മദ്യപാനികൾ തമ്മിൽ സംഘർഷം, ഒരാൾക്ക് വെട്ടേറ്റു. പൊയ്യ വെളിയംപറമ്പിൽ വീട്ടിൽ വിവേകിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കണിത്തോഴാൻ ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.